ഇന്ന് വേൾഡ് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണല്ലോ അല്ലേ? ഞാൻ വെറുതെ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ മനോഹരമായ ഒരു കവിത കാണാനിടയായി. ഞാനൊന്ന് പറഞ്ഞു തരാം, കേട്ടു നോക്കൂ. അതിങ്ങനെയാണ്: ഞാൻ തെറ്റ് ചെയ്തപ്പോൾ നീ എന്നെ ശാസിച്ചു, അപ്പോൾ നീ എനിക്ക് അച്ഛനായി. ഞാൻ കരഞ്ഞപ്പോൾ നീ എന്നെ ചേർത്ത് പിടിച്ചു, അപ്പോൾ നീ എനിക്ക് അമ്മയായി. നമ്മൾ ഒരുമിച്ചിരുന്ന് കളിച്ചപ്പോൾ സഹോദരനോ സഹോദരിയോ ആയി. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചപ്പോൾ കാമുകനോ കാമുകിയോ ആയി. എനിക്കറിയാത്തത് നീ എനിക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ പുസ്തകമോ അധ്യാപകനോ ആയി. ഞാൻ നിലത്ത് വീണ് കിടന്നപ്പോൾ നീ എന്നെ കൈപിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ മഴയത്ത് നനഞ്ഞപ്പോൾ നീ എനിക്ക് കുടയായി വന്നു. ഞാൻ വെയിലത്ത് വാടിയപ്പോൾ നീ എനിക്ക് തണലായി നിന്നു. നീ എനിക്ക് തണലായി നിന്നപ്പോൾ നിന്റെ മുഖം വാടിയിരുന്നു. നീ എനിക്ക് കുടയായി നിന്നപ്പോൾ നീ നനഞ്ഞു കുതിർന്നിരുന്നു. ഞാൻ നിന്നെ എന്ത് വിളിക്കും? അമ്മ എന്ന് വിളിക്കാൻ കഴിയില്ല, കാരണം നീ എനിക്ക് അച്ഛൻ കൂടിയാണ്. സഹോദര എന്ന് വിളിക്കാൻ കഴിയില്ല, കാരണം നീ എനിക്ക് സഹോദരി കൂടിയാണ്. കാമുക എന്ന് വിളിക്കാൻ കഴിയില്ല, കാരണം നീ എനിക്ക് ഭാര്യ കൂടിയാണ്. അധ്യാപക എന്ന് വിളിക്കാൻ കഴിയില്ല, കാരണം നീ എനിക്ക് പുസ്തകം കൂടിയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, എന്നെ നീ സുഹൃത്തേ എന്ന് വിളിച്ചോളൂ. അതിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, കാമുകനുണ്ട്, ഭാര്യയുണ്ട്, അധ്യാപകനുണ്ട്, പുസ്തകമുണ്ട്. എത്ര മനോഹരമായ അർത്ഥമുള്ള വരികളാണല്ലേ? നിങ്ങൾക്കുണ്ടോ ഇതുപോലെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഉറ്റ സുഹൃത്തുക്കളായിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ്? അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരറിയട്ടെ അവർക്ക് ഇത്രയേറെ പ്രാധാന്യം, മഹാത്മ്യമുണ്ടെന്ന്.